തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി വമ്പൻ വിജയം നേടിയ വിജയ് മുഖ്യമന്ത്രിയാവുന്നത് കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. വിജയ്ക്ക് എതിരാളികളായി തമിഴ്നാട്ടിൽ പരമ്പരാഗതമായി വലിയ ശക്തികളായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ ഉണ്ടെങ്കിലും അവരാരും സർക്കാർ രൂപീകരണത്തിലേക്ക് മുന്നോട്ട് വരുന്നില്ല. എന്തിന്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും എന്നൊക്കെ പറഞ്ഞ BJP അടക്കം അങ്ങനെ സർക്കാർ രൂപീകരണത്തിന് മുന്നോട്ട് വരുന്നില്ല. പക്ഷേ വിജയുടെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഇപ്പോഴും അംഗങ്ങളുടെ എണ്ണം തികയുന്നുമില്ല. അത്തരം ഒരു അനിശ്ചിത അവസ്ഥയിൽ നിൽക്കുകയാണ് തമിഴ്നാട്ടിലെ ഗവർണറെ കണ്ടു 2 തവണ. പക്ഷേ ഗവർണർ അപ്പോഴും വിജയുടെ പാർട്ടിയെ സർക്കാർ രൂപീകരണത്തിന് വേണ്ടി എന്തായാലും അനിശ്ചിതത്വങ്ങളും നാടകങ്ങളും ഒക്കെ നിറഞ്ഞതാണ് തമിഴ്നാട് രാഷ്ട്രീയം. എന്തുകൊണ്ടാണ് ഈ പാർട്ടികളൊക്കെ ഇപ്പോൾ എതിരാളികളെ പിളർത്താനോ അല്ലെങ്കിൽ ഈ സർക്കാർ രൂപീകരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു, എന്നാൽ പിന്തുണ നൽകുന്നില്ല? ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ത്? നിലവിലെ വിജയിയാണോ അവർ ഭയപ്പെടുന്നത്, അതോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അപ്പോഴത്തെ വിജയുടെ ശക്തിയാണോ ഭയപ്പെടുന്നത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ദ ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് തമിഴ്നാട്ടിലെ നിലവിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ അവിടെ ഓരോ പാർട്ടികൾക്കും ലഭിച്ച സീറ്റുകളൊക്കെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ നമ്പർ അടക്കം ഇവിടെ ഏറ്റവും പ്രധാനം തന്നെയാണ്. കാരണം തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്യപൂർവം ചില ന്യൂസ് 8-ൻ്റെ നാഷണൽ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രവചനമല്ലാതെ 1-2 പ്രവചനങ്ങളല്ലാതെ മറ്റ് പ്രവചനങ്ങളൊന്നും തന്നെ ഈ TVKക്ക് ഈ മട്ടിൽ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. ആ വിജയ് കുറേ സീറ്റുകളൊക്കെ ചിലപ്പോൾ നേടിയേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വിജയുടെ സീറ്റ് കൂടി ചേർന്നാൽ DMKയ്ക്കോ അല്ലെങ്കിൽ AIDMKയ്ക്കൊക്കെ ഭരണത്തിന് അവരുടെ കൂടി സഹായം വേണ്ടി വന്നേക്കാം എന്നുള്ള ഒരു വിദൂര സാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് ഈ തമിഴ്നാട്ടിലെ ഒന്നാമത്തെ പാർട്ടിയായി അവർ മാറും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവിടെ വിജയ് ഇപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായി വന്ന് അവർക്ക് TVKക്ക് 108 സീറ്റുകൾ ഉണ്ട്. മറ്റ് ഓരോ പാർട്ടികളുടെയും സീറ്റിൻ്റെ ഗ്രാഫിക്സ് കൂടി നമുക്കിപ്പോൾ സ്ക്രീനിലേക്ക് വരും. അപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് പ്രേക്ഷകർ കൂടി ബോധ്യപ്പെടും എന്താണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ അവസ്ഥ. തമിഴ്നാട്ടിലെ ഇതാണ് TVKക്ക് 108 സീറ്റാണുള്ളത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി DMK ആണ്. DMKക്ക് 59 സീറ്റാണുള്ളത്. മറ്റൊന്ന് അണ്ണാ DMK ആണ്. അണ്ണാ DMKക്കുള്ളത് 47 സീറ്റുകളാണുള്ളത്. ഇതിൽ TVKക്ക് വേണ്ടത് ഭൂരിപക്ഷത്തിന് വേണ്ട ആകെ സീറ്റുകൾ 118 സീറ്റ്, 234 അംഗ സഭയാണ് തമിഴ്നാട്ടിലുള്ളത്. തമിഴ്നാട്ടിലുള്ള സഭയിൽ അവർക്ക് ഇനി വേണ്ടത് 118 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെറിയൊരു ഇളവ് വേണമെങ്കിൽ ഇപ്പോൾ എടുക്കാം. കാരണം ഈ TVKയുടെ 108 എന്ന് പറയുന്നത് 2 സീറ്റിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത് വിജയാണ്. വിജയ് 2 സീറ്റിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ട് തന്നെ അതിൽ ഒരു സീറ്റ് 107 കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ അംഗസംഖ്യയിലും 234 നിന്ന് 233 കുറയ്ക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് 117 മതിയെന്നുണ്ട്. ആ സംഖ്യ ഒരിക്കൽ കൂടി നോക്കിയാൽ TVK 108 സീറ്റ്, DMK പ്രധാന എതിരാളിയായിരുന്ന DMKക്ക് 59 സീറ്റ്, മറ്റൊരു പ്രധാന എതിരാളിയായിരുന്ന AIDMKക്ക് 47 സീറ്റ്, DMK സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസിന് 5 സീറ്റ്, PMKക്ക് 4 സീറ്റ്, IUMLന് 2 സീറ്റ്, CPIക്ക് 2 സീറ്റ്, VCKക്ക് 2 സീറ്റ്, CPMന് 2 സീറ്റ്, BJP അണ്ണാ DMK സഖ്യത്തിൽ മത്സരിച്ച BJPക്ക് 1 സീറ്റ്, DMDKക്ക് 1 സീറ്റ്, AMMKക്ക് 1 സീറ്റ്. ഇതാണ് തമിഴ്നാട്ടിലെ നിലവിലെ കക്ഷി നിലയുള്ളത്. ഇനി നമുക്ക് ഈ കക്ഷി നിലയിൽ നിന്ന് നിലവിൽ സർക്കാർ രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് അവകാശവാദം ഉന്നയിച്ച വിജയുടെ മുന്നിൽ എന്തെല്ലാമാണ് ഉള്ളത്, കേവല ഭൂരിപക്ഷത്തിന് എത്ര സീറ്റ് വേണം, അല്ലെങ്കിൽ നിലവിൽ എത്ര സീറ്റാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്, കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി എത്ര സീറ്റാവും, അത് വിശദമായി തന്നെ കണക്കുകളുടെ ഗ്രാഫിക്സിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് രണ്ടാമത്തെ ഗ്രാഫിക്സ് കാർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ 234 അംഗ നിയമസഭയാണുള്ളത്. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ ആണ് വേണ്ടത്. 234 നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിജയുടെ ഒരു സീറ്റ് കുറയുന്നു എന്ന് കണക്കാക്കുമ്പോൾ 233 ആളുകളൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരു ഭൂരിപക്ഷം എന്ന് കണക്കാക്കുമ്പോൾ കൃത്യം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 140-ൽ 71 എന്നുള്ളത് കേവല ഭൂരിപക്ഷമാണ്. അതൊരു സർക്കാരിൻ്റെ ഉറപ്പ് ഒന്നുമല്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ ആ 71 എന്ന് പറയുന്ന പോലെ 117 കിട്ടണം. ഈ പ്രോട്ടേം സ്പീക്കറായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയുമോ, അപ്പോൾ പ്രോട്ടേം സ്പീക്കർ വീണ്ടും അവസാനം വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സാങ്കേതിക ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്തരം അവസ്ഥയിലേക്കൊന്നും പോകാൻ എന്തായാലും തൽക്കാലം തമിഴ്നാട്ടിൽ ഇപ്പോൾ വിജയുടെ പാർട്ടിക്ക് കഴിയുന്നില്ല. അവർക്ക് 117 സീറ്റ് വേണം. നിലവിൽ അവർക്ക് എത്ര ഭൂരിപക്ഷമാണ് ഉള്ളത് അത് നോക്കാം. നിലവിൽ TVKയുടെ ഭൂരിപക്ഷമുള്ളത്
107 സീറ്റുകളുള്ളത് TVKക്കുണ്ട്, 5 സീറ്റ് ഉള്ളത് കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ് ആണ് നിലവിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി വേണ്ട ഇപ്പോൾ ആകെ ഉള്ളപ്പോൾ 112 സീറ്റുകളാണ് നിലവിൽ അവർക്ക് ഉള്ളത്. ഇനി വേണ്ട സീറ്റുകൾ എത്രയാണ്? ഇനി വേണ്ട സീറ്റ് 5 സീറ്റുകൾ കൂടിയാണ് ഈ 117 വേണ്ടി വേണ്ടത്. സ്ക്രീനിൽ നിങ്ങൾ കാണാം, അത് 108 - 1 107. അത് ഒന്ന് നമ്മൾ പറഞ്ഞ വിജയുടെ 2 സീറ്റിൽ ഒന്നും മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ, രണ്ടിടത്തും പോയി വോട്ട് ചെയ്യാൻ കഴിയില്ല. ആ ഒരു സീറ്റിൻ്റെ വോട്ട് പ്ലസ് 5 സീറ്റ്, അങ്ങനെ 112 സീറ്റ്. 112 സീറ്റിൻ്റെ കൂടെ ഇനി 5 സീറ്റുകൾ കൂടിയാണ് വേണ്ടത്. ഇവിടെ കോൺഗ്രസ് ആണ് ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഒരു ചെറിയ ചരിത്രം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കോൺഗ്രസ് DMKയുമായി ചേർന്ന് മത്സരിക്കുമ്പോഴൊക്കെ കഴിഞ്ഞ മുമ്പ് വരെയും കോൺഗ്രസിൻ്റെ ഏറ്റവും വിശ്വസ്തമായ ഒരു അലൈ തന്നെയായിരുന്നു DMK. ഒരു കാലത്ത് DMK BJPയുടെ കൂടെ പോയ ഒരു ചരിത്രം കൂടി DMKക്കുണ്ട്. അത് 2004 BJP സഖ്യം വിട്ട് DMK UPA സഖ്യത്തിലേക്ക് അന്ന് കടന്നു വരുന്നത്. അന്ന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയോ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തമിഴ്നാട്ടിൽ ഒരിക്കലും അവർക്ക് BJP ഒരു വെല്ലുവിളി ആയിട്ടില്ലാത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ ഡൽഹിയുമായി അധികാരം പങ്കിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും തമിഴ്നാട് ലഭിക്കുന്ന ഒരു ഗുണം എന്നതിനപ്പുറത്തേക്ക് അന്ന് 2 ദ്രാവിഡ പാർട്ടികൾ തമ്മിലുള്ള മത്സരം, അണ്ണാ DMKയും DMKയും തമ്മിലുള്ള മത്സരം, ഒരു ഭാഗത്ത് കരുണാനിധിയും മറുഭാഗത്ത് ജയലളിതയും നിൽക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ജയലളിതയും ഈ പറയുന്നത് പോലെ BJPയുമായി സഖ്യം ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയെ ചേർന്നിട്ടുണ്ട്. കരുണാനിധിയും ഈ സഖ്യം ഇപ്പോൾ സംഘപരിവാർ വിരുദ്ധ ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടൊക്കെ സ്റ്റാലിൻ നിൽക്കുന്നെങ്കിലും ഈ പാർട്ടിയുടെ തുടക്കക്കാരനൊക്കെയായ കരുണാനിധി അങ്ങനെ മാത്രമല്ല. കരുണാനിധി BJPക്കൊപ്പവും കേന്ദ്രത്തിൽ അധികാരം പങ്കിട്ടിട്ടുള്ള പാർട്ടിയാണ്. കാരണം വാജ്പേയി സർക്കാർ ഭരിക്കുന്ന കാലത്ത് 1999 അദ്ദേഹം NDAയുടെ ഭാഗമാകുകയും NDAയിൽ നിന്ന് അധികാരത്തിൽ തുടരുകയും ഒക്കെ ചെയ്തു. 2004 അന്ന് NDAക്ക് അധികാരം നഷ്ടപ്പെടുന്നു, UPA അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ UPA എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കപ്പെടുന്ന ഒരു സഖ്യമാണ്. അന്ന് CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിരുന്ന് ഓരോ നേതാക്കളെയായി വിളിച്ച് പിന്തുണ ഉറപ്പിച്ചു കൊടുത്ത് ഉണ്ടാക്കിയ ഒരു സർക്കാരാണ് എന്നൊരു പ്രത്യേകത കൂടി ആ സർക്കാരിനുണ്ട്. കോൺഗ്രസ് സർക്കാർ രൂപീകരണത്തിൽ നിന്ന് മാറി നിന്നൊരു സർക്കാരിനെയാണ് മടക്കിക്കൊണ്ടുവന്നത്. അന്ന് DMK സംഘപരിവാറിനൊപ്പം അന്ന് സംഘപരിവാർ ചേരി വിട്ട് UPAയുടെ കൂടെ മതേതര ചേരിയുടെ കൂടെ ചേർന്നാണ്. അപ്പോൾ DMKയുടെ ചരിത്രത്തിന് അങ്ങനെ ഒരു വശം കൂടി മുൻപുണ്ടായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അന്ന് തമിഴ്നാട്ടിൽ BJP ഒരു വെല്ലുവിളി പോയിട്ട് ഒരു പാർട്ടി പോലും ആയിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് BJPക്ക് അവിടെ വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ ആ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് അത്തരമൊരു സനാതന ഹിന്ദു രാഷ്ട്രീയം കൊണ്ടുവരാൻ ഒരു കാരണവശാലും അത് DMKക്ക് അപകടമാണെന്ന് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു പിന്തുണയ്ക്ക് എന്തായാലും അവർ പോകില്ല. എന്തായാലും ആ ഒരു ചരിത്രം കൂടി എന്തായാലും അറിഞ്ഞിരിക്കണം. പക്ഷേ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും രാജ്യസഭയുടെ കാര്യത്തിലായാലും ലോക്സഭയുടെ കാര്യത്തിലായാലും എല്ലാം ഉദാരമായിട്ടാണ് കോൺഗ്രസിന് സീറ്റുകൾ നൽകിയത് DMK. ഒരു തവണ പോലും ഘടകകക്ഷികളിൽ എന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പരിഗണന നൽകിയതിൽ അധിക പരിഗണനയോ ലാളനയോ ഒക്കെ കിട്ടിയാണ് കോൺഗ്രസ് ആയാലും CPM ആയാലും CPI ആയാലും മുസ്ലിം ലീഗ് ആയാലും സ്റ്റാലിൻ്റെ കൂടെ നിന്നിരുന്നത്. കാരണം സ്റ്റാലിൻ എപ്പോഴും ഘടകകക്ഷികളോട് ആ മട്ടിൽ ഉദാരത കാണിച്ചിരുന്ന ആളാണ്. അവർക്ക് ജയിക്കാൻ കഴിയുന്ന സീറ്റുകളൊക്കെ കൊടുത്ത് അവരെയൊക്കെ ജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി സ്റ്റാലിനായിരുന്നു ഈ പാർട്ടികളുടെ പേരിൽ. പക്ഷേ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മന്ത്രിസഭ പൂർണ്ണമായും സ്റ്റാലിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സ്റ്റാലിൻ ഭരണം ഞങ്ങളുടെ നിയന്ത്രണം, പക്ഷേ നിങ്ങൾക്കെല്ലാമുള്ള പ്രാതിനിധ്യം നൽകും. അത് രാജ്യസഭയിലേക്കടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നത് CPMന് 1 സീറ്റ് മാത്രം കേരളത്തിൽ നിന്നുള്ളപ്പോൾ 2 സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസും അതേ അവസ്ഥയിൽ തന്നെ നിന്നാണ്. പക്ഷേ കോൺഗ്രസ് ഒറ്റ ദിവസം കൊണ്ടാണ് മറുകണ്ഠം ചാടി TVKയിലേക്ക് എത്തിയത്. കോൺഗ്രസ് അതിന് പറയുന്നൊരു ന്യായം BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരാളെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് തങ്ങൾ അങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു 5 സീറ്റിൻ്റെ അധികം കിട്ടിയത്. എന്നാൽ ഇനി തീരുമാനമെടുക്കാനുള്ളത് ഏതൊക്കെ പാർട്ടികളാണ് എന്നതുകൂടി നമുക്ക് നോക്കാം. അത് നമുക്ക് സാധ്യത 1 പരിശോധിക്കേണ്ടത്. ഏതൊക്കെ പാർട്ടികളുടെ പിന്തുണയാണ് ഇനി പ്രതീക്ഷിക്കുന്നത്? 5 സീറ്റിന് വേണ്ടി ഏതെല്ലാം പാർട്ടികളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു? ആ കാർഡ് കൂടി നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. അതിൽ ഒരു പാർട്ടി CPM ആണ്. മറ്റേ രണ്ടാമത്തെ പാർട്ടി CPI ആണ്. CPMനും CPIക്കും 2 സീറ്റുകൾ വീതമുണ്ട്. മൂന്നാമത്തെ പാർട്ടി VCK ആണ്, തിരുമാളവൻ്റെ പാർട്ടി. മറ്റൊന്ന് DMDK ആണ്. DMDKക്ക് 1 സീറ്റാണുള്ളത്. ഈ 6-7 സീറ്റുകളിൽ 5 സീറ്റുകളെങ്കിലും 5 പേരുടെ പിന്തുണയെങ്കിലും ലഭിക്കുക. അതിലേതെങ്കിലും ഒരു പാർട്ടി മാറിയാലും മറ്റു പാർട്ടി ഉണ്ടായിരുന്നത് IUML ആയിരുന്നു. പക്ഷേ IUML ഈ സഖ്യത്തെ പിന്തുണയ്ക്കില്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. CPMൻ്റെയും CPIയുടെയും നിലവിലെ തീരുമാനം
ഈ സഖ്യത്തെ ഈ TVK പിന്തുണയ്ക്കേണ്ടതില്ല എന്നുള്ള നിലപാട് നിൽക്കുകയാണ്. പക്ഷേ അവർ ഔദ്യോഗികമായി പാർട്ടി യോഗം ചേർന്ന് തീരുമാനം എടുത്തിട്ടില്ല. VCKയും ചിലപ്പോൾ വിജയ്ക്കൊപ്പം ചേരാനുള്ള സാധ്യത, അത്തരം ഒരു സാധ്യതയിലേക്ക് ചില സൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചിലപ്പോൾ VCK ചേരും. VCK ചേർന്നാലും 2 ആവുന്നുള്ളൂ. അപ്പോഴും 3 സീറ്റ് പുറത്ത് നിൽക്കുകയാണ്. 3 പേർ കൂടി ഇപ്പോൾ CPMഉം CPIയും കൂടി ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും 4ഉം VCKയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 6 സീറ്റായി കഴിഞ്ഞാൽ കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി, അല്ലെങ്കിൽ കംഫർട്ടബിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 1 സീറ്റ് മെജോറിറ്റി, അങ്ങനെ തമിഴ്നാട്ടിൽ കണക്കൂട്ടാൻ വഴിയുള്ളൂ. ആ ഒരു ഭരണത്തിലേക്ക് വിജയ്ക്ക് എത്താൻ കഴിയും. വിജയുടെ മുന്നിലെ സാധ്യത ഒന്ന് അതുതന്നെയാണ്. പക്ഷേ ഇവിടെ CPMനെയും CPIയെയും ഒക്കെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അത് നമുക്ക് ഈ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ആ ഘടകം എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ പറയാം. ഇവർക്ക് ഈ പാർട്ടികൾക്ക് നൽകിയ വലിയ പരിഗണന രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ CPMനും CPMൻ്റെയും പ്രാതിനിധ്യം ഉറപ്പിച്ചു നിർത്താൻ സ്റ്റാലിൻ DMK നൽകിയ വലിയ പരിഗണന, ആ പരിഗണനയിൽ വിട്ട് ആ പാർട്ടിയെ വിട്ടു പോകുന്നത് ഈ ആളുകൾ പറഞ്ഞാൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പങ്കാളിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പങ്കാളിയാണ് സ്റ്റാലിൻ DMKയിലുള്ളത്. ആ മട്ടിലാണ് ഇവർ ചെറുകിട പാർട്ടികളെയൊക്കെ സംരക്ഷിക്കുന്നത്. അത് വിട്ടു പോകാനുള്ള അവരുടെ മടി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊരു ചെറിയ അപകടം കൂടി അവിടെയുണ്ട്. അത് നമുക്ക് വിശദമായി തന്നെ പറയാം. അടുത്ത സാധ്യതയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സാധ്യത 2 എന്ന് പറയുന്നത് അണ്ണാ DMKയിലെ ഒരു പിളർപ്പാണ്. അണ്ണാ DMKയ്ക്ക് 47 MLAമാരുള്ളത്. 47 MLAമാരുള്ള അണ്ണാ DMKയിൽ ഒരു പിളർപ്പിന് 32 MLAമാർ ഉണ്ടെങ്കിൽ അണ്ണാ DMKയിൽ ഒരു പിളർപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു പിളർപ്പിന് തമിഴ്നാട്ടിൽ നമ്മുടെയൊക്കെ പഴയ കേരളത്തിലെ വിവാദ നായകനായ ലോട്ടറി രാജാവ് സാന്തിയാഗോ മാർട്ടിൻ അടക്കം അത്തരം ഒരു ചില പരിശ്രമങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ എന്തായാലും പുറത്തു വരുന്നുണ്ട്. അണ്ണാ DMKയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ കുറേ MLAമാർ അത് വിജയ്ക്കൊപ്പം പോകുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു നിലപാട് ചെയ്തു. വിജയ് ഒരു ദ്രാവിഡ പാർട്ടിയാണ് മുന്നോട്ട് വെക്കുന്നത്. വിജയ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ദ്രാവിഡ പാർട്ടികളുമായി ചേരുന്ന ആശയങ്ങൾ തന്നെയാണ്. അദ്ദേഹം തന്തൈ പെരിയോറെ പ്രധാന നേതാവായി കാണുന്നു. അദ്ദേഹം അംബേദ്കറെ പ്രധാനപ്പെട്ട നേതാവായി കാണിക്കുന്നു. അദ്ദേഹം കാമരാജിനെ അടക്കമുള്ളവരെ പ്രധാനപ്പെട്ട നേതാവായി. അപ്പോൾ തമിഴ് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അധികായന്മാരെയൊക്കെ അവരുടെ ആശയങ്ങളൊക്കെ പിന്തുടരുന്നു എന്ന് പറയുന്ന ഒരാളുടെ കൂടെ പോകുന്നതിന് മറ്റേതെങ്കിലും തടസ്സം സ്വാഭാവികമായിട്ട് ഇവർക്ക് ഉണ്ടാവേണ്ടതില്ല. ഈ പിളർപ്പിനുള്ള ഒരു സാധ്യത അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ പിളർപ്പിന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം ഒരു പിളർപ്പിനുള്ള സമയം ഇപ്പോൾ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിന് ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ വിജയിയോട് സമ്മതിച്ചിരുന്നെങ്കിൽ അത് ചിലപ്പോൾ വിജയ്ക്ക് അപകടമായി മാറിയേനെ. ഗവർണർ സമ്മതിക്കാതിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ആളുകൾ പറയുന്നത് പോലെ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഒരു തരത്തിൽ വിജയ്ക്ക് ഒരു പാർട്ടിയെ പിളർത്തി കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്തരം നീക്കങ്ങൾ നടത്താൻ സമയം ആവശ്യമാണ്. അതിന് സമ്പത്തും സമയവും ഒക്കെ ആവശ്യമാണ്. അത്തരം നീക്കങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ടൈം യഥാർത്ഥത്തിൽ ഇപ്പോൾ വിജയ്ക്ക് കിട്ടുന്നുണ്ട്. ആ ടൈം ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ വിജയ് അത്തരമൊരു നീക്കം വിജയ് നടത്തിയേക്കാം. ചിലപ്പോൾ അണ്ണാ DMKയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നേതാക്കളുടെ മുൻകൈയിൽ അത്തരം ഒരു നീക്കം നടക്കാനുള്ള സാധ്യത കൂടി അവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 32 MLAമാർ വിജയ്ക്കൊപ്പം എത്തിയാൽ വലിയ ഭൂരിപക്ഷമായി ആ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവർക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയും. അതിന് യാതൊരുവിധ സംശയവുമില്ല. അത്തരം ഒരു സാധ്യത 2 നിൽക്കുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട തടസ്സം ഈ എണ്ണമാണ്. 3-2 പേരുടെ ഭൂരിപക്ഷം അവർക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ തടസ്സമായി വരുന്ന അവർ അയോഗ്യരാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് ഒഴിവാക്കിക്കൊണ്ട് 3-2 പേർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞാൽ ഇവർക്കൊക്കെ മന്ത്രിസ്ഥാനം ലഭിക്കും. അതിൽ അവരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം, അധികാരം അങ്ങനെ പങ്കിടാം എന്നുള്ളൊരു നിർദ്ദേശം വിജയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അണ്ണാ DMKക്കാർക്ക് അധികാരത്തിൽ നിന്ന് കഴിഞ്ഞ കുറേ കാലമായി പുറത്തു നിൽക്കുന്ന അണ്ണാ DMK നേതാക്കൾക്കൊക്കെ അധികാരത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണ്. പഴയതുപോലെ ജയലളിതയുടെ കാലത്തെ പോലെ അണ്ണാ DMKക്ക് അങ്ങനെ ഒരു നേതാവോ അല്ലെങ്കിൽ അത്തരം ഒരു രൂപവും ഒന്നുമില്ല. നേതാക്കൾ പിരിഞ്ഞു പോയത് തന്നെയാണ്. അത്തരമൊരു ലൂസായ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് അണ്ണാ DMK. അത്തരമൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ എന്തായാലും ആവില്ല. ഇനി നമുക്ക് അടുത്ത ഒരു സാധ്യത കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സാധ്യത 3 എങ്ങനെയാണെന്നുള്ളത് അത് വോട്ടെടുപ്പിൽ നിന്ന് DMK വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. സഭയിലേക്ക് വരുന്നെങ്കിൽ അവിടെ ഭൂരിപക്ഷം തെളിയിക്കേണ്ട സമയത്ത് വോട്ടെടുപ്പിൽ നിന്ന് DMK വിട്ടു നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആകെ അംഗസംഖ്യ കുറയുന്നു. ആകെ അംഗസംഖ്യ കുറഞ്ഞു കഴിഞ്ഞാൽ DMKയിലെ ഉള്ള എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിലവിലെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് തന്നെ TVKക്ക് DMKയുടെ 59 പേർ വിട്ടു നിന്ന് കഴിഞ്ഞാൽ നിലവിലെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് തന്നെ TVKക്ക് അനായാസം സർക്കാരിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയും. പക്ഷേ ഏത് സമയത്തും അണ്ണാ DMKക്ക് സഭയിൽ ഏതെങ്കിലും ഒരു സമയത്ത് വോട്ടെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ
സർക്കാരിനെ താഴെ ഇറക്കണമെങ്കിൽ സർക്കാരിനെതിരായി വോട്ട് ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത്. ഇതാണ് 3 പ്രധാനപ്പെട്ട സാധ്യതകളുള്ളത്. ഈ ഓരോ സാധ്യതകളിലേക്കും പോകുന്നതിന് ഈ പാർട്ടികളുടെ പ്രധാനപ്പെട്ട തടസ്സം എന്താണ്? ഈ സാധ്യത 1-ന് എന്തൊക്കെയാണ് തടസ്സം, 2-ന് എന്തൊക്കെയാണ് തടസ്സം, അല്ലെങ്കിൽ സാധ്യത എന്താണ്, മൂന്നാമത്തെ സാധ്യതയിലേക്ക് പോകുന്നതിന് തടസ്സം, അത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക്. തമിഴ്നാട്ടിൽ വിജയ്ക്ക് മുന്നിലുള്ള 3 സാധ്യതകൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, CPM, CPI അടക്കമുള്ള ചെറുകിട പാർട്ടികളുടെയൊക്കെ പിന്തുണ വിജയ്ക്ക് ലഭിക്കുക. രണ്ടാമത്തെ സാധ്യത അണ്ണാ DMK പിളർപ്പുണ്ടായി 3-2 MLA-മാരുടെ പിന്തുണ വിജയ്ക്ക് ലഭിക്കുക. മൂന്നാമത്തെ സാധ്യത DMK ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാൽ അവിടെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയും. ഇങ്ങനെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയണമെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2 തവണയും ഏറ്റവും വലിയ ഒന്നാമത്തെ വലിയ പാർട്ടിയായിട്ടും 2 തവണയും അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഈ രാജേന്ദ്ര അർലേക്കർ, കേരള ഗവർണർക്കാണ് തമിഴ്നാടിൻ്റെ ചാർജ്. അദ്ദേഹം വിജയിയെ ക്ഷണിക്കാൻ തയ്യാറായിട്ടില്ല. വിജയ്ക്ക് ഇനി വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് വീണ്ടും ഭരണഘടനാ വിദഗ്ധർ ഒക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. നിയമോപദേശം തേടാൻ ഗവർണറോട് ആവശ്യപ്പെടാം. എൻ്റെ ഈ ഭൂരിപക്ഷത്തിൽ എനിക്ക് 118 പേരെ കാണിച്ചാലേ ഞാൻ ക്ഷണിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം അങ്ങനെയല്ല. കൃത്യം എണ്ണം കാണിച്ചിട്ടുള്ള വലിയ കക്ഷികളെ ക്ഷണിക്കുകയും അവർ പിന്നീട് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ രാജിവെച്ച് പോവുകയും ഒക്കെ ചെയ്ത ചരിത്രം എത്രയോ എങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് തയ്യാറായിട്ടില്ല. അതിന് 2 വശമാണ് പറയുന്നത്. ഒന്ന്, വിജയിയെ അങ്ങനെ ഒരു തരത്തിൽ BJPയുടെ പല ഗവർണർമാരും പലപ്പോഴും സ്വീകരിക്കുന്ന നിലപാടിത്തരമാണ്. അവർ അങ്ങനെ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കാണ് അങ്ങനെ പിന്തുണയെങ്കിൽ അത് ഞങ്ങൾ ചെയ്യില്ല, BJPക്കാണ് അങ്ങനെയെങ്കിൽ അവിടെയെല്ലാം ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു നിലപാട്. രണ്ടാമത് പറയുന്നത് മറ്റൊരു തിയറിയാണ്. ഇപ്പോൾ തൽക്കാലം ഈ DMK പോലെ ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ അത് BJPക്ക് എന്നും തലവേദനയാണ്. കാരണം കടുത്ത സംഘപരിവാർ വിരുദ്ധ നിലപാടും മോദി വിരുദ്ധ നിലപാടും ഒക്കെ സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് MK സ്റ്റാലിൻ. സ്റ്റാലിന് പകരം വിജയ് ആയാൽ അത് കുറച്ചുകൂടി മയപ്പെട്ട ഒരാളാവും. വിജയ്ക്ക് ഭൂരിപക്ഷം വേണമെങ്കിൽ ഒപ്പിക്കാനുള്ള സമയം കിട്ടിക്കോട്ടെ എന്ന് കരുതി നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്നൊരു വർഷം കൂടിയുണ്ട്. അത് നമുക്ക് ആധികാരികമായി തെളിയിക്കാൻ കഴിയില്ല, അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നിരീക്ഷണം കൂടി എന്തായാലും ഉണ്ട്. ഈ നിരീക്ഷണങ്ങൾ ഒക്കെ നിൽക്കുമ്പോഴും ഇനി അല്ലെങ്കിൽ വിജയ്ക്ക് മൂന്നാമത് കഴിയുന്നത് കോടതിയെ സമീപിക്കുക. കോടതിയെ സമീപിച്ചാൽ സ്വാഭാവികമായും കോടതി ഇന്ത്യൻ ഇതുവരെയും ഗവർണർമാർ സ്വീകരിച്ച നിലപാടുകളനുസരിച്ച് വിജയിയെ ഭൂരിപക്ഷം തെളിയിക്കാൻ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ ഗവർണറോട് നിർദ്ദേശമുണ്ടാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഭരണഘടനാ വിദഗ്ധരും നിയമവിദഗ്ധരും ഒക്കെ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് DMK പോലൊരു പാർട്ടി ഈ വിജയം അംഗീകരിക്കുകയും ഈ സർക്കാർ രൂപീകരണത്തിൽ നിന്ന് ഞങ്ങൾ അവരെ തടയില്ല എന്ന് പറയും. സാധാരണ ഇങ്ങനെ ഒരു ഭൂരിപക്ഷം നിൽക്കുന്ന ഒരു സമയത്ത് DMKക്ക് വേണമെങ്കിൽ കോൺഗ്രസിനെ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ CPM, CPI ഒക്കെ പോകുന്നതിനും അങ്ങനെ അവർ പോകുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ അവരങ്ങനെ ഒരു കാര്യമായ രീതിയിൽ ഇതിനെയൊന്നും തടയുന്നില്ല. കോൺഗ്രസ് പോയതിനെ വഞ്ചന എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഗൗരവമായ ഒരു ഇതിന് എതിരായ ഒരു നിലപാട്, ഈ സർക്കാർ രൂപീകരിക്കുന്നതിനെതിരായ ഒരു നിലപാട് DMK സ്വീകരിക്കുന്നില്ല. അണ്ണാ DMK സംബന്ധിച്ചും അങ്ങനെ ഈ സർക്കാർ രൂപീകരണത്തിന് വിജയിയെ തകർക്കണമെന്നൊരു നിലപാടില്ല, വിജയ് ഭരിച്ചോട്ടെ എന്നുള്ള നിലപാടിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. എന്താവും ഇങ്ങനെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം? ഇതിന് ഒറ്റ കാരണമേ ഉള്ളൂ. നിലവിലുള്ള വിജയി അല്ല അവർ ഭയപ്പെടുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം വന്ന് സർക്കാർ 65-ൽ കേരളത്തിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ 6 മാസം രാഷ്ട്രപതി ഭരണവും പിരിച്ചുവിടപ്പെട്ട സർക്കാർ പോലെ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ ഭൂരിപക്ഷം കിട്ടാതെ പിരിച്ചുവിടപ്പെട്ട സർക്കാർ പോലെ തമിഴ്നാട്ടിൽ ആർക്കും ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിടപ്പെട്ടാൽ ഇനി 6 മാസം രാഷ്ട്രപതി ഭരിച്ചാലും അല്ലെങ്കിൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയാലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തമിഴ് ജനതയുടെ ഭൂരിപക്ഷ വികാരം നിലവിൽ വിജയിക്കൊപ്പമാണ്. അവർ അർഹമായ ഭൂരിപക്ഷമായിരിക്കുന്നില്ല. തമിഴരുടെ ഒരു രീതിയൊക്കെ അനുസരിച്ച് അവരുടെ അണ്ണാ DMK ജയിപ്പിക്കുമ്പോഴും DMK ജയിപ്പിക്കുമ്പോഴും ഒക്കെ പ്രതിപക്ഷത്ത് ഒരാളെ ഒറ്റയ്ക്കിരുത്തി, ജയലളിതയൊക്കെ ഒറ്റയ്ക്കിരുത്തി വിജയിപ്പിക്കുന്ന അവസ്ഥ, കരുണാനിധിയൊക്കെ ഒറ്റയ്ക്കിരുത്തി വിജയിപ്പിക്കുന്ന അവസ്ഥ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. വിജയുടെ പാർട്ടി TVK വമ്പൻ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയ അധികാരത്തിലേക്ക് വരികയും ചിലപ്പോൾ പ്രതിപക്ഷം തന്നെ പൂർണ്ണമായും തകർന്നു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. ഇത് കൃത്യമായി തിരിച്ചറിയുന്ന ആളാണ് MK സ്റ്റാലിൻ. ഇത് തിരിച്ചറിയുന്ന ആളുകളാണ് മറ്റു പാർട്ടികളിലൊക്കെ ഉള്ളത്. ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ പാർട്ടികളൊക്കെ ഇപ്പോൾ വളരെ മാന്യത സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാന്യതയുടെ ഒരു മുഖംമൂടിയൊക്കെ അണിഞ്ഞുകൊണ്ട് അവർ സർക്കാർ രൂപീകരിക്കട്ടെ എന്ന നിലപാടിൽ നിൽക്കുന്നത്. അവരുടെ ഇനി ഈ പാർട്ടികൾക്കൊക്കെ ഉള്ള ഏക പ്രതീക്ഷ എന്താണ് ഈ ഓരോ പാർട്ടികളും കണക്ക് കൂട്ടുന്നത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ പാർട്ടികളുടെയൊക്കെ കണക്ക് കൂട്ടലുകൾ നിലവിൽ വിജയ് ഏതെങ്കിലും തരത്തിൽ സർക്കാർ രൂപീകരിക്കട്ടെ, ഇനിയിപ്പോൾ നാളെ CPM CPI എന്ന് പോയാലും DMK അത്തരത്തിൽ ഒരു എതിർപ്പ് ഉയർത്താനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ അവർ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ DMK തന്നെ മാറി നിന്ന് കൊടുക്കാം. DMKക്ക്
സഭയിൽ മാറി നിന്ന് കഴിഞ്ഞാൽ, ഭൂരിപക്ഷം തെളിയിക്കേണ്ട സമയത്ത് DMK മാറി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അനായാസം വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. വിജയുടെ സർക്കാർ രൂപീകരിക്കും. അവിടെ എല്ലാം അവർ പ്രതീക്ഷിക്കുന്നത് വിജയ് എന്ന ഒറ്റ വ്യക്തിയിലാണ് ഈ പാർട്ടി കേന്ദ്രീകരിക്കുന്നത്. ആ പാർട്ടിക്ക് ഒരു 2ാം നിരയോ 3ാം നിരയിലോ അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരുമില്ല. അങ്ങനെ ഒരു പാർട്ടി സ്വാഭാവികമായും തമിഴ്നാട് പോലെ അതിവിശാലമായ ഒരു സംസ്ഥാനത്ത് ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക്, ഭീമമായ ചിലപ്പോൾ അഴിമതികളിലേക്കോ അല്ലെങ്കിൽ ഭീമമായ അബദ്ധങ്ങളിലേക്കോ ഒക്കെ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. ആ സാധ്യത ഉള്ളപ്പോൾ അങ്ങനെ വിജയുടെ ഇപ്പോഴത്തെ പ്രതിച്ഛായയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇടിവുണ്ടാവുന്ന ഘട്ടത്തിൽ മാത്രം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തമിഴ്നാട് പോകുക. അത് ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒക്കെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു കാത്തിരിപ്പില്ലാതെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു റിസൾട്ടായിരിക്കില്ല തമിഴ്നാട്ടിലുണ്ടാവുന്നത്. അത് പൂർണ്ണമായും വിജയ്ക്ക്, ചിലപ്പോൾ വിജയ് ഒരു സുനാമി പോലെ തെക്കേയറ്റം മുതൽ വടക്കേ അറ്റം വരെ വീശി അടിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ പാർട്ടികളിലും DMKയും അണ്ണാ DMKയും CPMും CPIയും കോൺഗ്രസും എല്ലാം, കോൺഗ്രസ് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇനി വിജയുടെ കൂടെയാണ്, അടുത്ത ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും രാജ്യസഭയിലേക്കും എല്ലാമുള്ള സഖ്യമാണ് ഞങ്ങളുടേതെന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ ഭയമാണ് ഈ പാർട്ടികളെയൊക്കെ തൽക്കാലം അകറ്റി നിർത്തുന്നത്. അവരെല്ലാവരും കാത്തിരിക്കുന്നത് എന്തെങ്കിലും വിജയുടെ ഭാഗത്ത് നിന്ന് ഒരു അപകടം ഉണ്ടാവും, ഒരു വലിയ വീഴ്ച ഉണ്ടാവും, അങ്ങനെ പ്രതിച്ഛായ തകരും, ആ സമയത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരം ഒരു നീക്കം തന്നെയാവാനാണ് കൂടുതൽ സാധ്യത തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരാനുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിന് ഒരു ഉത്തരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. Renergy presents The Election Channel, brought to you. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.